വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ വളരെ സന്തോഷത്തോടെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും, അല്ലെങ്കിൽ പ്രസംഗങ്ങളാണ്, അതുമല്ലെങ്കിൽ പ്രബോധനങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ കൊല്ലത്തെ നോയിമ്പിന്, വലിയ നോയിമ്പിന് ചിന്തയായി മാർപ്പാപ്പ നൽകിയ സന്ദേശമാണ്. പുറപ്പാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദേശം നമുക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ ഇന്നത് തുടരുകയാണ്. പുറപ്പാട് സംഭവം യഥാർത്ഥത്തിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒന്നായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽക്കാരെ പാലും തേനും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ആ ചിത്രം 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അവരെ യാത്ര ചെയ്യിച്ചതെല്ലാം അവരെ ഒരുക്കി അവരെ സ്വതന്ത്രരാക്കാനായിരുന്നു എന്നതാണ്. അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തത് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി വ്യക്തമാക്കാനായിരുന്നു. അക്കാര്യങ്ങൾ മാർപ്പാപ്പ പറഞ്ഞു വെച്ചു, സൂചിപ്പിച്ചു വെച്ചു. നമുക്ക് തുടരാം. ദൈവത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അവിടുന്ന് ഇറങ്ങി വരുന്നത് നമ്മളെ സ്വതന്ത്രരാക്കാനാണ്. ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന ബോധ്യമാണ് ഈ നോയമ്പ് കാലത്തുണ്ടാകാൻ പരിശുദ്ധ പിതാവ് അഭിലഷിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വികസന മോഡൽ തന്നെ, മാർപ്പാപ്പ ഉടനെ പറയാം, ലോകത്തിലെ വികസന മോഡൽ ഇന്ന് നമ്മുടെ വളർച്ചയുടെ മോഡൽ നമ്മുടെ ഭാവിയെ വിഭജിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ ഇന്നത്തെ വളർച്ച വികസനമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ചിന്തിക്കാൻ നമ്മോട് പറയുകയാണ് ഈ നോയമ്പ് കാലത്ത്. നാം ജീവിക്കുന്ന ഭൂമി, നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന ജലമെല്ലാം ഇന്ന് മലിനമാണ്. എന്തുകൊണ്ടാണ് മലിനമാക്കിയിരിക്കുന്നത്? കുറേ ആളുകൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നാം ജീവിക്കേണ്ട ഈ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. പാപ്പ എല്ലാ അവസരത്തിലും ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ എല്ലാം, ഈ പ്രപഞ്ചം മുഴുവനും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവും മനുഷ്യനും മലിനമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് മനുഷ്യൻ്റെ ആർത്തി മൂലവും മനുഷ്യന് മറ്റുള്ളവരുടെ മേലുണ്ടാകുന്ന ആധിപത്യം മൂലവും പണം, സ്വന്തം താല്പര്യം നോക്കുന്ന തരത്തിൽ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പാപ്പ നമ്മോട് പറയുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികളായ നമ്മോട് മാർപ്പാപ്പ പറയുകയാണ്, മാമോദീസായിലൂടെ നമ്മൾ ഒരു വിമോചന പ്രക്രിയയാണ് ആരംഭിച്ചത്. പിശാചിനും അവൻ്റെ ആഡംബരങ്ങൾക്കുമെതിരെ, തിന്മയ്ക്കെതിരെ ഉള്ള ഒരു വിമോചന പ്രക്രിയയാണ് മാമോദീസായിലൂടെ നടക്കുന്നത്. എന്നാലും മാർപ്പാപ്പ പറയുകയാണ്, നമ്മളിലൊക്കെ അടിമത്തത്തിന് വേണ്ടിയുള്ള ഒരു ശക്തമായ ത്വര നിലനിൽക്കുന്നുണ്ട് എന്ന്, ഒരാഗ്രഹം. അതുകൊണ്ടാണ് നമ്മളെല്ലാം വീണു പോകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഹാനികരമാകുന്ന ഒരു തരം ആകർഷണമുണ്ട്. പരിചിതമായ കാര്യങ്ങൾ, അതാണ് സുരക്ഷിതത്വം എന്ന് കരുതി നാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമുക്കറിയാം, നോയമ്പ് കാലത്തിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നോയമ്പ് കാലം യഥാർത്ഥത്തിൽ നമുക്ക് ഹാനികരമായ തെറ്റായ വഴികളെ പരിവർജിക്കാനുള്ള ആഹ്വാനം നൽകുന്ന സമയമാണ്. പക്ഷേ പഴയതിലേക്ക് തന്നെ പോകാനുള്ളൊരു പ്രവണതയുണ്ട്. നമ്മൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. നോയമ്പെടുക്കുന്ന ആളുകളെ ഞാൻ ഓർത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവർ, മാർപ്പാപ്പ പറഞ്ഞു വരുന്ന ആശയം അത് തന്നെയാണ്. നോയമ്പെടുക്കും, മദ്യപാനം ഉള്ള ആളുകൾ മദ്യപാനം നിർത്തും, എനിക്ക് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് 40 ദിവസത്തേക്ക്. പക്ഷേ 50-ാം ദിവസം അന്നുവരെ കുടിക്കാതിരുന്നത് കൂടി കുടിച്ച്
എല്ലാം തകിടം മറിക്കുന്ന അവസ്ഥയുണ്ട്, പിറകിലേക്ക് തിരിഞ്ഞു പോകുന്നത്. നോയമ്പ് കാലത്ത് നമ്മുടെ തിന്മയ്ക്കെതിരെ നിൽക്കാനും ആ അടിമത്തത്തിൽ നിന്ന് വിമോചിതരാകാനും പുതിയ സൃഷ്ടിയാകാനുമുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. പുറപ്പാട് വിവരണത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന മറ്റൊരു കാര്യം അവിടെ പാപ്പ എടുത്തു കാണിക്കുകയാണ്. അവിടെ കാണുന്നതും മനുഷ്യൻ്റെ അവസ്ഥ കാണുന്നതും, അല്ലെ ഇസ്രായേൽക്കാരുടെ അവസ്ഥ കണ്ടതും അതിൽ ചലിക്കുന്നതും സ്വാതന്ത്ര്യം നൽകുന്നതും ദൈവമാണ്. ഇസ്രായേൽക്കാർ അതിനായി ആവശ്യപ്പെടുന്നില്ല. അടിമകളായി അവരവിടെ കഴിയുമ്പോഴും ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നില്ല. ഫറവോയാണെങ്കിൽ, അവരുടെ രാജാവാണെങ്കിൽ, അവരുടെ സ്വപ്നങ്ങളെ മുഴുവനും തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൻ്റെ വീക്ഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അവനിൽ മാറ്റമുണ്ടാവുക, ഇവരിലും മാറ്റമുണ്ടാവുക പ്രയാസമായ ഒരു കാര്യമാണ് നമ്മുടെ ആ സംഭവങ്ങളെല്ലാം ധ്വനിപ്പിക്കുന്നത്, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ മനുഷ്യ മഹത്വമാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്, അടിമകളാക്കപ്പെടുന്നു മനുഷ്യൻ. യഥാർത്ഥ ബന്ധങ്ങൾ അവിടെ വളരുന്നില്ല, നിഷേധിക്കപ്പെടുകയാണ്. ഫറവോ എല്ലാം തൻ്റെ ആധിപത്യത്തിൽ കീഴിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്, ഇന്നും നിലനിൽക്കുന്നു. നാം നോയമ്പിൽ ചോദിക്കേണ്ട ചോദ്യം മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, എനിക്ക് പുതിയ ലോകം വേണോ? ഇതാണൊരു ചോദ്യം. നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാലേ നമ്മളിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. പഴയതുമായുള്ള എൻ്റെ പൊരുത്തപ്പെടലുകൾ, ഈ പഴയതിൽ ഈ അടിമത്തത്തോടങ്ങ് പൊരുത്തപ്പെടും, തിന്മയോടെ പൊരുത്തപ്പെടും, ദുശീലങ്ങളോടെ പൊരുത്തപ്പെടും. ഇത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. ആ പൊരുത്തപ്പെടലുകളെ പിന്നിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണോ? ഇതാണ് ചോദ്യം നോയമ്പിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. മാർപ്പാപ്പ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പ്രതീക്ഷാ കുറവ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, അതിനെതിരെ നമ്മൾ പടപൊരുതേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഡെഫിസിറ്റ് ഓഫ് ഹോപ്പ്, അതാണ് പ്രശ്നം. തൻ്റെ സഹപ്രവർത്തകരായ അനേകം മെത്രാന്മാരും ലോകത്തിൽ സമാധാനവും നീതിയും ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണിത് എന്ന് മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടിലാണ് നാം എത്തിയിരിക്കുന്നത്. ഡെഫിസിറ്റ് ഓഫ് ഹോപ്പാണ് വലിയ പ്രശ്നം. ഒരു പ്രതീക്ഷയില്ലായ്മ, പ്രതീക്ഷ കുറവ്. അതുവഴി എന്താ സംഭവിക്കുന്നത്? വലിയൊരു സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ഇത് അടിമത്തത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രഹാതുരത്വത്തോട് തുല്യമാണ്, അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അടിമത്തത്തോട് തന്നെ അങ്ങ് പൊരുത്തപ്പെടുന്ന അവസ്ഥ, തിന്മയോടെ, പാപത്തോടെ, ദുശീലങ്ങളോടെ, അതാണ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേൽക്കാരെ മരുഭൂമിയിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അത് തടഞ്ഞു, അവരെ തളർത്തി. ഈ പ്രതീക്ഷ കുറവാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുതന്നെ പുറപ്പാടിനും ഇൻറ്ററപ്റ്റ് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തും, അതിന് തടസ്സമുണ്ടാക്കും. ഇന്ന് ഉള്ള ഒരു കാര്യത്തെപ്പറ്റി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. നാം സഹോദരർ എന്ന പേരിൽ മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ടല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ പറയുന്നത്, ഇന്ന് ലോകം, മനുഷ്യവർഗം മുഴുവൻ സാർവത്രിക സാഹോദര്യത്തിൻ്റെ പടിവാതിക്കലെത്തി. സാർവത്രിക സാഹോദര്യത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാവർക്കും മഹത്വം ഉറപ്പാക്കുന്ന ശാസ്ത്രീയ, സാങ്കേതിക, സാംസ്കാരിക, നൈയാന്മിക വികസനത്തിൻ്റെ ലെവലുകളും ഇന്നുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് വേണമെന്ന് പറയുന്ന ഒരു ചിന്ത ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത്, ഈ ഒരു ചിന്തയും ആശയവും വന്നിട്ടുണ്ടെങ്കിലും അനുഭവിക്കുന്നത് അസമത്വമാണ്, സംഘർഷമാണ്. ആ സംഘർഷത്തിൻ്റെ അന്ധകാരത്തിൽ നാം തപ്പിത്തടയുകയാണ്.
നമ്മൾ ആഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പം ഇതിനോടുള്ള നമ്മുടെ ഒരു ഗ്രഹാതുരത്വമല്ല ഇത്, ഈ പ്രതീക്ഷ കുറവാണ് അതിന് കാരണം എന്നതാണ് മാർപ്പാപ്പ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു അവസ്ഥ വിശദീകരിക്കാൻ സാധിക്കില്ല. ദൈവം നമ്മെക്കുറിച്ച് നിരാശനോ ദുഃഖിതനോ അല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, അടിമത്തത്തിൻ്റെ ദേശമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് അതിനാണ് നിലകൊള്ളുന്നത്. അതാണ് അവിടുത്തെ അസ്തിത്വത്തിൻ്റെ കാരണം. ഈ കാര്യം നമുക്ക് ബോധ്യം വരേണ്ട, ഓർമ്മിക്കേണ്ട സമയമാണ് നോയമ്പ് കാലം. ആ ഒരു ചിന്തയോടെ നമുക്ക് നോയമ്പ് ജീവിക്കാൻ കഴിയണം, വരവേൽക്കാൻ കഴിയണം എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. നോയമ്പ് സത്യത്തിൽ മാനസാന്തരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാലമാണ്. നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ, ഇതാണ് മെയിനായ ഒരു ചിന്ത പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ നമുക്ക് തരുന്നത്. നമ്മളിലുണ്ടാകുന്ന ഒരു മാനസാന്തരത്തിൻ്റെയും സമയമാണ്. നോയമ്പിൻ്റെ ആദ്യ ഞായറാഴ്ച എല്ലാ കൊല്ലവും നമ്മൾ വായിക്കുന്നത് ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ്. അവിടെ പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ആത്മാവ് അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ് അത്? സത്യത്തിൽ അവൻ സ്വാതന്ത്ര്യത്തിൽ, അവനെ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി സ്വാതന്ത്ര്യത്തിൽ തീരുമാനിക്കുന്നതിനാണ്, നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ആ അനുഭവം അവിടത്തേക്ക് ഉണ്ടായത്, സംഭവിച്ചത്. മാർപ്പാപ്പ പറയുകയാണ്, അവിടെ ദൈവപുത്രൻ വിജയിക്കുകയാണ്, പിശാചിനെ പരാജയപ്പെടുത്തുകയാണല്ലോ, വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. ആ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ നോയമ്പെടുക്കുന്ന നമ്മുടെയും മുന്നിലും നമ്മോട് കൂടെയുമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഫറവോയ്ക്ക് വേണ്ടത് തൻ്റെ കീഴിൽ അടിമകളെയാണ്, അധീനരെയാണ് ആവശ്യം. നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ പുത്രന്മാരും പുത്രികളുമാകണമെന്നാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമായി തീരണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് മരുഭൂമി ഒരു നോയമ്പിൻ്റെ പ്രതീകമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം പക്വത പ്രാപിക്കുന്ന സ്ഥലമാണ്. നോയമ്പിലൂടെ നമ്മളൊരു പക്വത പ്രാപിക്കൽ സംഭവിക്കണം. അടിമത്തത്തിലേക്ക് ഇനി വീഴുകയില്ല എന്ന് വ്യക്തിപരമായ തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് മരുഭൂമി. കർത്താവ് അതാണ് ചെയ്തത്. നാം എടുക്കുന്ന സമയമാണ്, ആ തീരുമാനമെടുക്കുന്ന സമയമാണ് നോയമ്പ്. നോയമ്പിൽ നമുക്ക് നീതിയുടെ പുതിയൊരു മാനദണ്ഡം കണ്ടെത്താനാവും എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നീതിയുടെ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് നീതിയിലാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴിയിലൂടെ നടക്കാനുള്ള സഹായിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകുന്ന സമയം കൂടിയാണ്. വ്യക്തിപരമായി മാത്രം പോരാ, ഒരു സമൂഹം എന്ന നിലയിലും നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇവിടെ നമുക്ക് ചിന്താവിഷയമായിട്ടുള്ളത്. ഒരു സമൂഹം ഒന്നിച്ചാണ്, ക്രിസ്തീയ സമൂഹം ഒന്നിച്ചാണ് ഈ നോയമ്പിൽ പങ്കെടുക്കുന്നത്, നോയമ്പ് നടത്തുന്നത്. പക്ഷേ എന്തുമാത്രം നമ്മളെ സ്പർശിച്ചിട്ടുണ്ട് ഇത് എന്ന് ചിന്തിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകവും മരുഭൂമിയിലെ ഈശോയുടെ പ്രലോഭനങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒരു കാര്യമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ നാം ഒരു സമരത്തിന് തയ്യാറാകണം, നമ്മോട് തന്നെയുള്ള ഒരു സമരം. ദൈവം നമ്മെപ്പറ്റി പറയുന്ന 2 വാക്കുകൾ പ്രത്യേകിച്ച് ചിന്തിക്കണം നോയമ്പ് കാലത്ത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11 ഈശോയോട് പറഞ്ഞതാണ്, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു. ഈശോയോട് പിതാവായ ദൈവം പറഞ്ഞതാണ്. നമ്മോട് ഇന്ന് പറയുന്നത് അതാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്. മറ്റൊരു കൽപ്പന നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം, ഈ രണ്ടുകൂടെ ബന്ധിപ്പിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. 20-ാം അധ്യായം 3 നമ്മൾ വായിക്കുന്നുണ്ട്,
ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. നീ എൻ്റെ പ്രിയ പുത്രനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ ഈ ആശയമാണ് നമ്മൾ ശക്തമായി അനുഭവിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്. നോയമ്പ് കാലത്ത് പിശാചും അവൻ്റെ വ്യാജങ്ങളും അവൻ കൊണ്ടുവരുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ, സത്യത്തിൽ ഇതിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫറവോയെ നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, നാം തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ വിഗ്രഹങ്ങളെയാണ് നാം കൂടുതൽ ഭയപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായി തീർന്നിരിക്കുന്നത് ദൈവമാണോ മറ്റു പല കാര്യങ്ങളുമാണോ? ഇവിടെ മാർപ്പാപ്പ ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വയ്ക്കുന്നുണ്ട്. ഒരുക്കിയിരിക്കുന്നത് അത് എന്തൊക്കെയാണ്? നമ്മുടെ ഉള്ളിൽ ഈ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശത്രു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ വലിയ പുള്ളിയാണ്, നീയാണ് സർവശക്തൻ, നീ വലിയ ആളായിട്ട് നിൽക്കണം, എല്ലാവരും നിന്നെ കേൾക്കണം. നമ്മളെ തന്നെ അങ്ങോട്ട് ഉയർത്തുകയാണ്. നീ എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തണം. അതായിരുന്നല്ലോ അവിടെ നടന്നത്. ഈജിപ്തിൽ ഫറവോമാരിലൂടെ, ഈജിപ്തുകാരിലൂടെ മറ്റുള്ളവരെ അടിമകളാക്കുന്നത് വഴി ചെയ്തത്. അപ്പം ഈ വ്യാജം, ഇത് പിശാച് പറയുന്ന ഒരു പ്രേരണയാണ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു പ്രേരണയാണ്. ദൈവത്തെ ഒന്നും മാനിക്കണ്ട, ദൈവത്തിൻ്റെ പുത്രനായിട്ട് നീ ഭാവിക്കണ്ട, നീ മറ്റു ദൈവങ്ങളെ സൃഷ്ടിക്കണം. ഇത് ആകർഷകമായി നമ്മുടെ മുമ്പിൽ വരികയാണ് പല കാര്യങ്ങളും. അത് നമുക്കെല്ലാവർക്കും അവബോധമുള്ള കാര്യമാണ്. അതിലെ വഴിയാണ് നമുക്ക് പോകാൻ എളുപ്പവും നമ്മളെല്ലാം പോകുന്നതും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതും. എന്തൊക്കെയാണത്? മാർപ്പാപ്പ ഏതാനും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പണം നമുക്ക് ദൈവമായിത്തീരുന്നു. അല്ലെ നമ്മുടെ ചില പദ്ധതികൾ, ആശയങ്ങൾ, ചില ആശയങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ചില ലക്ഷ്യങ്ങൾ, സ്ഥാനമാനങ്ങൾ, നമ്മുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവർ കാണും. അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ, ചില വ്യക്തികളെ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വ്യാജമാണ്, നമുക്ക് അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവയാണ് നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. ഇവയോട് നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റാണ്, ഭയങ്കരമായ സത്യത്തിൽ ഇവയിൽ പലതും നമ്മെ മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മളെ തളർത്തുന്നവയാണ്. നമ്മളെ സ്നേഹിക്കുന്നതിന് പകരം സംഘർഷം സൃഷ്ടിക്കുന്നതാണ്. സമാധാനം നമുക്ക് കെടുത്തിക്കളയുന്നതാണ്. കണ്ടുമുട്ടലും സൗഹൃദവും അതിന് പകരം നമ്മളെ ഐക്യം, ഇതിന് പകരം നമ്മളെ വിഭജിക്കുകയും നമുക്ക് അസ്വസ്ഥത തരികയും പുരോഗതിക്ക് പകരം താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ്. പൊതുതത്വമാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന. ഇത് നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാവുന്നതാണ്. നമ്മൾ ഒന്നിച്ചു നിന്ന് നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നതിന് പകരം മറ്റു തരത്തിൽ പോകുന്നതിൻ്റെ അപകടമാണ് ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത്. മാർപ്പാപ്പ ഉടനെ ഒരാശ്വാസം പറയുന്നുണ്ട്. ഇതാണ് പൊതുവിലുള്ള ട്രെൻഡ് എങ്കിലും ചെറിയ ഒരു ഗണമുണ്ട് ഇതിനെതിരെ നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ വഴിയെ പോകുന്നവർ. അവർ ചെറിയവരാണ്, അവർ എളിയവരാണ്, ജനതയാണ്. അവർ നന്മയുടെ നിശബ്ദ ശക്തിയാണ് എന്നും പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. നല്ലയുടെ വഴിയൂടെ പോകുന്നവർ, നോയമ്പിലൂടെയൊക്കെ രക്ഷ നേടിയെടുക്കുന്ന ഒരു കൂട്ടമുണ്ട്, വളരെ കുറവാണ്. വിശാലമായ ഒരു അവസ്ഥയാണ് മറ്റടുത്തുള്ളത്. ഇനി വിഗ്രഹങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാണ് ധാരാളം. എന്തോ വിഗ്രഹങ്ങൾ, നമുക്കറിയാം, വിഗ്രഹം ദൈവത്തിന് പകരം നിൽക്കുന്ന കാര്യമാണ്, ദൈവമാക്കി നമ്മൾ തീർക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവർ സങ്കീർത്തകൻ പറയുന്നത് പോലെ ആയിത്തീരുമെന്ന് മാർപ്പാപ്പ നമുക്കൊരു വാർണിംഗ്, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. എന്താണ്? ഈ വിഗ്രഹങ്ങൾക്ക് സേവനം ചെയ്യുന്നവരും വിഗ്രഹങ്ങളെപ്പോലെ ബധിരരായിത്തീരും, മൂകരായിത്തീരും, അന്ധരായിത്തീരും, ചലിക്കാൻ സാധിക്കാത്തവരായിത്തീരും എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്നുള്ള ഒരു ഉണർവ് നോയമ്പ് കാലത്ത്, നോയമ്പ് ആചരണത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം.
വീണ്ടും അടിമത്തത്തിലേക്ക് പോകുന്ന, ഒരു മാറ്റവും സംഭവിക്കാതെ പോകുന്ന ഒരവസ്ഥയല്ല നമുക്ക് വേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. എൻ്റെ ഈ എപ്പിസോഡിനുള്ള സമയം ഇവിടെ തീരുകയാണ്. മാർപ്പാപ്പയുടെ സന്ദേശം വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാനും ചിന്തകൾ കൂടി അടുത്ത എപ്പിസോഡിൽ അത് പറയാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഈ നോയമ്പ് കാലം അർത്ഥവത്തായി തീരണം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും മാറ്റത്തിലേക്കും വരണം. മാറ്റം സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹമായ ജീവിതത്തിലും രാഷ്ട്രീയമായ കാര്യങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയാകണം. യഥാർത്ഥ നന്മയിലേക്കുള്ള ഒരു യാത്ര, സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു യാത്ര കരുപിടിപ്പിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് താഴ്മയോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.